മദ്യപിച്ചെത്തിയ ഒരാൾ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തി. ഒരു ക്രൈം നോവലിസ്റ്റാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ അദ്ദേഹം ഭീഷണി കോളുകളെല്ലാം തന്റെ നോവൽ കഥാപാത്രങ്ങളിൽ നിന്നാണെന്ന് വിശദീകരിച്ചു. നോവലിസ്റ്റ് മദ്യപിച്ചിട്ടുണ്ടെന്ന് കണക്കിലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കേസെടുക്കാൻ മടിച്ചു. എന്നിരുന്നാലും സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പെൺകുട്ടിയെ കാണാതാകുന്നതിന്റെ യഥാർത്ഥ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നോവൽ കഥാപാത്രം കേസുമായി പൊരുത്തപ്പെടുന്നതായി അവർ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറലിന്റെ മകളാണ് കഥാപാത്രമെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഭാവി സംഭവങ്ങൾ നോവലിസ്റ്റ് മുൻകൂട്ടി കാണുകയും എഴുതുകയും ചെയ്തതിനാൽ കേസ് അന്വേഷിക്കാൻ ഡിജിപി ഒരു രഹസ്യ ഏജന്റിനെ നിയമിക്കുകയും നോവലിസ്റ്റിനെ വീട്ടുതടങ്കലിൽ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ രഹസ്യ ഏജന്റിന് കേസ് പരിഹരിക്കാൻ കഴിയുമോ? ക്രൈം നോവലിസ്റ്റ് ഈ കേസിന്റെ ഭാഗമാണോ? 2022-ൽ പുറത്തിറങ്ങിയ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ അരുൾനിധി, മധു, അച്യുത് കുമാർ എന്നിവർ അഭിനയിച്ച ദേജാവു എന്ന് ആമസോൺ പ്രൈമിൽ കാണാം. എന്റെ റേറ്റിംഗ് 10/7 ആണ്. കൂടുതൽ സിനിമ നിർദ്ദേശങ്ങൾക്കായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നന്ദി.